ഈവനിംഗ് ബിഗ് ബ്രേക്കിംഗ്. PSC പരീക്ഷാ ക്രമക്കേടിൽ ചെയർമാൻ MR ബൈജുവിന്റെ ദുരൂഹ നീക്കം. PSC സെക്രട്ടറിയെ ഒഴിവാക്കി പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. ക്രമക്കേട് അന്വേഷിക്കുന്ന SIT-യുമായി ആശയവിനിമയം നടത്തുന്നതിനാണ് പ്രത്യേക കമ്മിറ്റി. അഡീഷണൽ സെക്രട്ടറി ഹാഷിലിന്റെ നേതൃത്വത്തിലുള്ള 9-അംഗ കമ്മിറ്റിക്കാണ് PSC സെക്രട്ടറിയെ ഇരുട്ടിൽ നിർത്തി ചെയർമാൻ രൂപം നൽകിയത്. SIT-യുടെ കത്തുകളിൽ തീരുമാനമെടുക്കുന്നതും പ്രത്യേക കമ്മിറ്റിയായിരിക്കും. പരീക്ഷാ ക്രമക്കേടുകളിൽ ചെയർമാനെതിരെയും ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് പുതിയ കമ്മിറ്റിക്ക് രൂപം നൽകിയത്. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, സർക്കാർ ഒരു SIT രൂപീകരിച്ചാൽ ഇന്ന ആളുകൾ മാത്രമേ ആ SIT-യുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാവൂ, അന്വേഷണവുമായി സഹകരിക്കാവൂ എന്ന് PSC ചെയർമാന് തീരുമാനിക്കാൻ കഴിയുന്ന സാഹചര്യം എന്താണ്? ബാധു, PSC-യുടെ വിശ്വാസ്യത ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ ചോദ്യം ചെയ്യുന്ന സാഹചര്യമാണ്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തിന് പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷണ ചുമതല നൽകിയത്. IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ചെയർമാൻ PSC അംഗങ്ങൾ പോലും അറിയാതെ ഒരു പ്രത്യേക കമ്മിറ്റിക്ക് രൂപം നൽകിയിരിക്കുന്നു. അത് PSC-യുടെ സെക്രട്ടറി പോലും അറിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കമ്മിറ്റി അഡീഷണൽ സെക്രട്ടറിയാണ് നയിക്കുന്നത്. 9-അംഗ കമ്മിറ്റിയാണ്. ഈ ക്രൈംബ്രാഞ്ച് സംഘം നൽകുന്ന കത്തിന് മറുപടി നൽകേണ്ട ഉത്തരവാദിത്വം ഈ കമ്മിറ്റിക്കാണ്. ഈ കമ്മിറ്റി ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യങ്ങൾ പരിശോധിക്കും. എല്ലാ രേഖകളും കൊടുക്കണമോ എന്നത് ഈ കമ്മിറ്റിയാണ് പരിശോധിക്കുന്നത്. ഈ കമ്മിറ്റി ചെയർമാൻ സെക്രട്ടേറിയറ്റിന്റെ അഡീഷണൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ളതാണ് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ചെയർമാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ എന്തുകൊണ്ട് അത് PSC ബോർഡിൽ ചർച്ച ചെയ്തില്ല എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നിലവിൽ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് KS പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട്, പിന്നീടുള്ള ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടൊക്കെ ചെയർമാനും സംശയമുനയിലാണ്. അങ്ങനെ സംശയമുനയിലുള്ള ചെയർമാൻ MR ബൈജുവാണ് ഇങ്ങനെ ഒരു നിർണായക തീരുമാനമെടുത്തിരിക്കുന്നത്. PSC ബോർഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്ന പരീക്ഷാ ക്രമക്കേടുകൾ, ആ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ ആവശ്യപ്പെടുമ്പോൾ അവർ ഹാജരാകേണ്ടത്, അവർക്ക് ആവശ്യമായ രേഖകൾ നൽകേണ്ടത്, ഏതൊക്കെ രേഖകൾ നൽകണമെന്ന് തീരുമാനിക്കേണ്ടത്, ആ കാര്യം അറിയിക്കേണ്ടത് ക്രൈംബ്രാഞ്ചിനെ, എല്ലാം PSC സെക്രട്ടറി അറിയേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ചെയർമാൻ എത്തുന്നു. അങ്ങനെ ദുരൂഹമായ ഇടപെടൽ എന്തിനാണിപ്പോൾ PSC ചെയർമാൻ നടത്തിയത് എന്ന സംശയമാണ് ഉയരുന്നത്. കാരണം നേരത്തെ തന്നെ PSC ബോർഡ് യോഗം ചേർന്ന് ആഭ്യന്തര വിജിലൻസ് അന്വേഷണത്തിൽ തീരുമാനമെടുത്തപ്പോൾ ആ അന്വേഷണം അട്ടിമറിച്ച് അവിടെ തന്നെയുള്ള ഒരു പരീക്ഷാ കൺട്രോളറെ കൊണ്ട് ഈ PSC പരീക്ഷാ ക്രമക്കേട് അന്വേഷിപ്പിക്കാൻ തന്നെ ഒരു നീക്കം ചെയർമാൻ നടത്തിയപ്പോൾ അതും പുറത്തു വന്നപ്പോൾ, ആ വാർത്തകൾ പുറത്തു വന്നപ്പോൾ പിന്നീട് തിരുത്തലിന് തയ്യാറായി ആഭ്യന്തര വിജിലൻസ് അന്വേഷണം നടത്തുകയായിരുന്നു. അതേ സമാനമായി തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി സഹകരിക്കാനുള്ള തീരുമാനം PSC ബോർഡ് യോഗം ചേർന്ന് എടുത്തു. അങ്ങനെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. ക്രൈംബ്രാഞ്ചിന്റെ എല്ലാ അന്വേഷണവും സ്വാഗതം ചെയ്യുന്നു, ആവശ്യമായ രേഖകൾ കൈമാറുമെന്ന് PSC-യുടെ വാർത്താക്കുറിപ്പും വന്നു. പക്ഷേ ഇപ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നു എന്നത്, അതിൽ PSC സെക്രട്ടറി എന്തുകൊണ്ട് ഒഴിവാക്കിയെന്നത് പ്രധാനമാണ്. കാരണം PSC-യുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും അത് സെക്രട്ടറിയിലൂടെയാണ് പുറത്തേക്ക് പോകേണ്ടത്. ആ സെക്രട്ടറി അത്രയും പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്, പ്രധാനപ്പെട്ട ഒരു പദവിയാണ്. അങ്ങനെയുള്ള PSC-യുടെ സെക്രട്ടറിയെ എന്തിന് ഇരുട്ടിൽ നിർത്തുന്നു എന്ന ചോദ്യമുണ്ട്. അതിന് ഉത്തരം പറയേണ്ടതും PSC ചെയർമാനാണ്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് നൽകിയ കത്തുകൾ അത് PSC സെക്രട്ടറി അറിയാതെ ഈ കമ്മിറ്റിക്ക് കൈമാറിയെന്ന ഒരു ചോദ്യമുണ്ട്. PSC സെക്രട്ടറി അറിയാതെയാണ് ക്രൈംബ്രാഞ്ച് നൽകിയ, PSC സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ ഈ കമ്മിറ്റി, അതും PSC സെക്രട്ടറിയുടെ താഴെയുള്ള ഒരു സെക്രട്ടറിയാണ്, അഡീഷണൽ സെക്രട്ടറിയാണ് ഈ കത്തുകൾ പരിശോധിക്കുന്നത്. 3 കത്തുകളാണ് ഇപ്പോൾ PSCക്ക് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം നൽകിയത്. അതീവ ഗൌരവമുള്ള 3 കത്തുകളാണ്. അത് പരിശോധിക്കേണ്ടത് PSC സെക്രട്ടറിയാണ്. അതിനു പകരം ആ കത്തുകൾ ചെയർമാൻ സെക്രട്ടേറിയറ്റിലെ അഡീഷണൽ സെക്രട്ടറിയെ കൊണ്ട് പരിശോധിപ്പിക്കുന്നു. അഡീഷണൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള 9-അംഗ കമ്മിറ്റിയാണ് ഈ കത്തിന് മറുപടി നൽകാൻ തീരുമാനിക്കുന്നത്. അന്വേഷണം നടത്തുന്ന ആളുകളല്ലേ തീരുമാനിക്കുക. അതിനപ്പുറത്തേക്ക് PSC ചെയർമാൻ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് സെക്രട്ടറി അഡ്രസ് ചെയ്തുകൊണ്ടുള്ള കത്തുകൾ അത് മറ്റൊരു വഴിക്ക് മാറ്റി മറ്റുള്ള ആളുകൾ പരിശോധിച്ചാലും മറുപടി പറഞ്ഞാൽ മതിയും എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? എന്തൊക്കെ രേഖകൾ കൊടുക്കേണ്ടതില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു സംവിധാനം തീരുമാനിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ആ സംവിധാനത്തെക്കുറിച്ച് അന്വേഷണം നടത്തുക? അപ്പൊ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്നൊരു വാർത്തയാണ് അവിടെയുള്ള ഇതുവരെയുള്ള പരീക്ഷാ പേപ്പറുകൾ നശിപ്പിച്ചു കളയാനുള്ള തീരുമാനം ഉണ്ടാകുന്നു എന്നത്. ഇങ്ങനെ പരമാവധി ക്രമക്കേടുകൾ പുറത്തു വരാതിരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും PSC-യിൽ ഉണ്ടാവുകയാണ്. മാധു, അങ്ങനെ വിലയിരുത്തേണ്ടി വരും. കാരണം 2019 മുതലുള്ള PSC-യുടെ പ്രധാനപ്പെട്ട പരീക്ഷകളിലൊക്കെ ക്രമക്കേട് ആരോപണങ്ങൾ ഉയർന്നു. അന്വേഷണ സംഘം രൂപീകരിച്ച് ഏതാണ്ട് 3 ദിവസം പിന്നിടുമ്പോഴത്തേക്കും 20 ഗൌരവമുള്ള പരാതികളാണ് IG അജിത ബീഗത്തിന് മുന്നിലേക്ക് എത്തിയത്. അങ്ങനെ പരാതികളുടെ പ്രവാഹമാണ്. മുഖ്യമന്ത്രി VD സതീശന്
DGP റാവണ ചന്ദ്രശേഖരൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലക്കടക്കം പരാതികൾ നിരന്തരം പ്രവഹിക്കുകയാണ്. അങ്ങനെ പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട പരാതികൾ മാത്രമല്ല, അതിനൊപ്പം തെളിവുകളും കൈമാറുന്നു. അഭിമുഖത്തിൽ ക്രമക്കേട് നടന്നതായി പരാതിയുണ്ട്. അതിനൊപ്പം പരീക്ഷയ്ക്ക് ശേഷമുള്ള റാങ്ക് പട്ടിക പുറത്തിറക്കിയതിലും ക്രമക്കേട് നടന്നതായി പരാതി ഉയരുന്നു. ഇങ്ങനെ നിരന്തരം PSCയുടെ പരീക്ഷകളിലും അഭിമുഖങ്ങളിലും ഒപ്പം റാങ്ക് പട്ടിക പുറത്തിറക്കിയൊക്കെ ക്രമക്കേടുകൾ ഉയർന്നപ്പോൾ അതിൽ ചില പരീക്ഷകൾ, ചില അഭിമുഖങ്ങളിലൊക്കെ ചെയർമാനും കൂടി സംശയമുനയിലാണ്. മുൻ ചെയർമാൻ MK സക്കീർ, ഒപ്പം ബൈജു അടക്കമുള്ളവർ സംശയമുനയിലാക്കിക്കൊണ്ടാണ് ആരോപണങ്ങൾ ഉയരുന്നത്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ചെയർമാൻ എന്തിനാണ് PSC ബോർഡ് അറിയാതെ, PSCയുടെ സെക്രട്ടറി അറിയാതെ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്? എന്തുകൊണ്ട് PSC സെക്രട്ടറിയെ ഇതിൽ നിന്നും മാറ്റി നിർത്തുന്നു എന്ന സുപ്രധാന ചോദ്യമുണ്ട്. കാരണം ഏതാണ്ട് 3000-ഓളം വരുന്ന PSCയുടെ ഉദ്യോഗസ്ഥന്മാരുടെ മേധാവി കൂടിയാണ് PSCയുടെ സെക്രട്ടറി. അവിടെ നടക്കുന്ന പരീക്ഷയുടേത്, അവിടെയുള്ള അഭിമുഖത്തിന്റേത്, എല്ലാത്തിന്റെയും ഉത്തരവാദിയാണ് PSCയുടെ സെക്രട്ടറി. അങ്ങനെ ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി സഹകരിക്കാൻ തീരുമാനിച്ചെങ്കിൽ PSC സെക്രട്ടറിയെ ഒഴിവാക്കിക്കൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി സഹകരിപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റിയെ എന്തിന് നിശ്ചയിച്ചു? ആ കമ്മിറ്റിയിൽ എന്തുകൊണ്ട് മറ്റ് PSC അംഗങ്ങളില്ല? എന്തുകൊണ്ട് കഴിഞ്ഞ PSC ബോർഡ് യോഗത്തിൽ ഈ കാര്യം ചർച്ച ചെയ്തില്ല? അങ്ങനെ പ്രധാനപ്പെട്ട സംശയങ്ങൾ ഉയരുന്നു. നേരത്തെ തന്നെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് തന്നെ ആസൂത്രണമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചീഫ് തസ്തികയിലെ പരീക്ഷ ഏതാണ്ട് 1.25 ലക്ഷം അടിസ്ഥാന ശമ്പളമുള്ള പരീക്ഷയാണ്. ആ പരീക്ഷയിലെ 10 ചോദ്യങ്ങൾ പരിശോധിക്കാതെ, അതിന്റെ ഉത്തരങ്ങൾ പരിശോധിക്കാതെ റാങ്ക് പട്ടിക തയ്യാറാക്കിയെന്നാണ് ആദ്യ പരാതി. ആ പരാതിയിൽ റാങ്ക് പട്ടികയിൽ 1ാം റാങ്കുകാരന്റെ എല്ലാ ഉത്തരങ്ങളും പരിശോധിക്കുന്നു, നേരെ മറിച്ച് മറ്റുള്ളവരുടെ ഉത്തരങ്ങൾ പരിശോധിക്കുന്നില്ല. പിന്നീടുള്ളത് ചീഫ് തസ്തികയിലേക്ക് തന്നെ നടന്ന അഭിമുഖത്തിൽ ചട്ടങ്ങൾ കാറ്റിൽ പറത്തി സുപ്രീം കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് മാർക്ക് വാരിക്കോരി നൽകുന്നു. അങ്ങനെ നിരവധി ക്രമക്കേടുകൾ. ഈ അഭിമുഖത്തിന് നേതൃത്വം നൽകിയതാകട്ടെ അന്നത്തെ PSC ചെയർമാൻ. അങ്ങനെ ഇത്തരം ക്രമക്കേടുകൾക്ക് നേതൃത്വം നൽകിയെന്ന ആരോപണം ഉയർന്ന ചെയർമാൻ തന്നെ ഇങ്ങനെ ഒരു ദുരൂഹമായി ഇടപെടൽ നടത്തി ഒരു കമ്മിറ്റി രൂപീകരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ കാര്യത്തിനും മറുപടി പറയേണ്ടത് ചെയർമാനാണ്. സ്വാഭാവികമായും തിങ്കളാഴ്ച ചേരുന്ന PSCയുടെ ബോർഡ് യോഗത്തിൽ ഈ വിഷയം ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. മാധു, ഋഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. മറയ്ക്കാനും ഒളിപ്പിക്കാനും ധാരാളമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ദുരൂഹമായ ഇടപെടലുകളാണ് ഇപ്പോൾ അവിടെ നിന്ന് ഉണ്ടാകുന്നത്. PSC സെക്രട്ടറി അഡ്രസ് ചെയ്തുകൊണ്ടുള്ള SITയുടെ കത്തുകൾക്ക് മറുപടി പറയേണ്ടത് PSC സെക്രട്ടറി അല്ല, അത് ആര് പറയണമെന്നത് ചെയർമാൻ തീരുമാനിക്കും. PSC സെക്രട്ടറി ഒഴിവാക്കി ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇവർ മാത്രം പറഞ്ഞാൽ മതി എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ PSC ചെയർമാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്.